ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഇന്നലെ കൂടി എനിക്ക് വന്നൊരു കോളാണ്. സർ, 2 അലോട്ട്മെന്റ് വന്നു, ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, എനിക്ക് ഇനി അഡ്മിഷൻ കിട്ടും. ഞാൻ ചോദിച്ചു, എഞ്ചിനീയറിംഗ് ആണോ ഫാർമസിയാണോ? ഫാർമസി വിദ്യാർത്ഥികളാണ് എങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതുവരെയും നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടോ അത് കഴിഞ്ഞാണല്ലോ അലോട്ട്മെന്റ്, അതിൻ്റെ ഒന്നും നോട്ടിഫിക്കേഷൻ നമ്മുടെ CE വെബ്സൈറ്റിൽ വന്നിട്ടില്ല. സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗിന്റെ സെക്കൻഡ് അലോട്ട്മെന്റും അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സിന്റെ ഒക്കെ കോളേജ് പ്രവേശനവുമായി ബന്ധപ്പെട്ട കീം അപ്ഡേറ്റ് ആണ്, നോട്ടിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഫാർമസിക്കാർ ഇനിയും വെയിറ്റ് ചെയ്യാനേ വേറെ നിവർത്തിയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇവരുടെ കോളേജ് പ്രവേശനം 24 വരെയുണ്ട്. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഫാർമസിക്കാർക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസിനുള്ള സമയമായിരിക്കാം. അപ്പോൾ നമ്മൾ എന്തായാലും ഹോപ്പ് വയ്ക്കുന്നത് ഈ ആഴ്ച തന്നെയാണ്. കാരണം ഇനിയും ഡിലേ ആക്കി കഴിഞ്ഞാൽ കുട്ടികളുടെ അക്കാദമിക് ഇയറിലെ കലണ്ടറിനെ അത് ബാധിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഇതിപ്പോൾ ലേറ്റ് ആണ്. ആ ഒരു ലേറ്റ് ഷെഡ്യൂളിൽ തന്നെ ഇനി ഉടനെ കീം ഫാർമസിക്കാരുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആകേണ്ടതുണ്ട്. അവരുടെ അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സിന്റെ ബാക്കി പ്രധാനപ്പെട്ട കടമ്പകളിലേക്ക് കടക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഉറപ്പാക്കിക്കൊണ്ട്. പ്രധാനപ്പെട്ട കാര്യം, ഫാർമസിയിൽ എന്ന് പറയുന്നത് കൂടുതലും സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ്. ഗവൺമെന്റ് കോളേജുകൾ സീറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ 220, 230 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ അത്തരത്തിൽ നോക്കിക്കാണുന്നവരുണ്ട്, അവിടെ മെറിറ്റ് സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന്. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ നോക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് സെൽഫ് റിസർച്ച് അനാലിസിസ് നടത്തുക. ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന നോട്ടിഫിക്കേഷനെ കുറിച്ച് ബേജാറാവണ്ട, ഇതുവരെയും വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അറിയിക്കും. വരാനുള്ള സാധ്യത ഈ ആഴ്ച തന്നെയാണെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷനും പിന്നീട് 2-3 ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൊവിഷണലും ട്രെയിനും ഫസ്റ്റ് അലോട്ട്മെൻറ്റും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഓപ്ഷൻസും ഉണ്ടാകും. നോർമലി നമ്മൾ ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെയാണ് വെക്കേണ്ടത്, കോളേജുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പോൾ സ്റ്റഡി ചെയ്ത് വെച്ചിരിക്കുക. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ആശ്വാസമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വേറെ ചാനലുകളൊന്നും ഇതുപോലും വന്ന് പറയാറില്ല. വലിയ അപ്ഡേറ്റ് ഒന്നും അല്ല, പക്ഷേ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് കൊണ്ട് നമ്മുടെ ഒരു പ്രഡിക്ഷനാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു. ബൈ.